കുട്ടമ്പുഴയിൽ വനിതാ മെമ്പറെ ആക്രമിച്ച സംഭവം പുകയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോതമംഗലത്ത് UDF പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ബിന്ദു രാജേന്ദ്രൻ നിലവിൽ ബസേലിയസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു രാജേന്ദ്രനെയും കുടുംബത്തെയും മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ട്രൈബൽ ആശാ വർക്കറായ ബിന്ദു രാജേന്ദ്രൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMന്റെ ശക്തി കേന്ദ്രമായിരുന്ന പിണവൂർകുടിയിൽ വിജയം നേടിയതിനു പിന്നാലെ നിരന്തര ഭീഷണികൾ നേരിട്ടിരുന്നതായി സൂചനയുണ്ട്. ആദിവാസി മേഖലയിലെ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയ പ്രതികാരമായാണ് ആക്രമണം നടന്നതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ജനപ്രതികൾ കൂടുതലും സ്ത്രീകളാണ്. നാളെ എനിക്കും ഞങ്ങൾക്കും ഇതുപോലൊരു അവസരം അല്ലെങ്കിൽ ഇതുപോലുള്ള മർദ്ദനം ഉണ്ടായാൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ധൈര്യത്തോടുകൂടി ഞങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങൾക്ക് മുമ്പിൽ സത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ ഞങ്ങൾ പിന്നെ എന്തു ചെയ്യും? ഇപ്പോഴും ഈ CPM സർക്കാർ ഇവിടെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഒരിക്കലും നമുക്ക് നടപ്പിലാകാൻ അല്ലെങ്കിൽ അങ്ങനെ ആ പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും പിന്തുണയ്ക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷമായി ഈ കോതമംഗലത്ത് വിവിധ ഭാഗങ്ങളിൽ ഈ നിയോജകമണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്നും മദ്യവും കാണുന്നതായിട്ട് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കബനി ക്ലബിൽ നടന്ന പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടെത്തിയ മെമ്പറെ സമാപന സമ്മേളനത്തിന് ശേഷം പുറത്തിറങ്ങുന്നതിനിടെയാണ് ചിലർ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബിന്ദു രാജേന്ദ്രൻ നിലവിൽ ബസേലിയസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്ര അന്വേഷണം നടത്തി ബന്ധപ്പെട്ട എല്ലാവരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വിഷുവിന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പിണവൂർകുടി മെമ്പറായ ബിന്ദു രാജേന്ദ്രനെ ക്രൂരമായി CPM ഗുണ്ടകൾ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ഇന്ന് സായാഹ്ന ധർണയുമായി ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വിഷുവിന് ഒരു കാരണവുമില്ലാതെ അകാരണമായി ക്രൂരമായി മർദ്ദിക്കുവാനാണ് CPM ഗുണ്ടകൾ പിണവൂർകുടിയിൽ മുന്നോട്ട് വന്നത്. വിഷു ദിനത്തോടനുബന്ധിച്ച് ഒരു ജനപ്രതിനിധിയെ ആഘോഷ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ആരും കരുതിയില്ല. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി അതിൽ പങ്കെടുക്കാൻ പിണവൂർകുടിയിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബിന്ദു രാജേന്ദ്രൻ അവിടെ കടന്നു വന്നപ്പോൾ ആ പരിപാടി വളരെ നീട്ടിക്കൊണ്ടുപോയി രാത്രിയാകുന്നതുവരെ വൈകിച്ച് ആസൂത്രണമായി ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനുമുള്ള വലിയ ശ്രമമാണ് CPM ഗുണ്ടകൾ നടത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.